സ്മാർട്ട് സിറ്റി കരാർ പിന്മാറ്റത്തിന് പിന്നിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏകപക്ഷീയമായ തീരുമാനം സർക്കാർ പുനരാലോചിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ടീകോം പാട്ടക്കരാർ വ്യവസ്ഥകൾ മുഴുവൻ ടീകോം ലംഘിച്ചുവെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നഷ്ടപരിഹാരം നൽകുന്നത് അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്മാർട്ട് സിറ്റി കരാർ പിന്മാറ്റത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. 2007 കരാർ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ടീകോമിൽ നിന്നും ഈടാക്കാനാണ് വ്യവസ്ഥ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ പാടില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനം സർക്കാർ പുനരാലോചിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ്. ടീകോം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല. പാട്ടക്കരാർ വ്യവസ്ഥകൾ മുഴുവൻ ടീകോം ലംഘിച്ചുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ടീകോമിന് നൽകിയ 446 ഏക്കർ ഭൂമി അടിയന്തരമായി തിരിച്ചെടുക്കണം. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നത് അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ മുഴുവൻ ടീകോം ലംഘിച്ചിരിക്കുകയാണ്. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെൻറ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. സ്മാർട്ട് സിറ്റി ഭൂമി തിരിച്ചുപിടിക്കാനും ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ KPCC പ്രസിഡന്റ് കെ. സുധാകരനും രംഗത്തെത്തി. IT മേഖലയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തേണ്ടിയിരുന്ന കേരളം ഇപ്പോൾ പിന്നിലായത് ഇടതുപക്ഷത്തിന്റെ പ്രതിലോമ നയങ്ങൾ മൂലമാണെന്നും കെ. സുധാകരൻ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.